ഹലോ ഗൈസ്, അനിമൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്റർ 1132 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒട്ടും സമയങ്ങളായ നേരെ വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്റർ 1132 എൽബാഫ് അഡ്വഞ്ചർ. അപ്പോൾ ഗ്രേറ്റ് ഐറിക്ക് എൽബാഫിലെ ജയൻസിൻ്റെ ഷിപ്പ് എൽബാഫിലേക്ക് തിരിച്ചു വന്നല്ലോ. അതാണ് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ കണ്ടത്. അപ്പോൾ അവർ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയെന്ന് ആ ബാറിലെ ലേഡിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ബാറിലിരിക്കുന്ന കൊച്ചു പയ്യൻ ഷാങ്സ് അവിടെ ബാറിലിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിയോട് സംസാരിച്ചുകൊണ്ടിരുന്ന പയ്യനുണ്ടല്ലോ, അവന് അപ്പോൾ ഡോറിയോടും ബ്രോഗിയോടും ഒക്കെ ചോദിക്കുന്നുണ്ട്, വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബാറിലേക്ക് കയറുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവരപ്പോൾ ഇല്ല എന്ന് പറയാണ്. അപ്പോൾ അവൻ ആ ലേഡിയോട് വന്ന് പറയുകയാണ്. അപ്പോൾ അവർ നേരെ മേളിലേക്ക് പോവാണെന്ന് തോന്നുന്നു, ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ലേഡി ആ പയ്യൻ്റെ അടുത്ത് പറയുന്നു, അതാണ് നല്ലത് കാര്യം, അവരിവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തേക്ക് അടുപ്പിച്ച് നിന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ആ ലേഡി അവനോട് പറയാണ്, നീയും അവരുടെ കൂടെ സൺഡർലമ്മിലേക്ക് പൊക്കോ, നിനക്ക് അവർക്കുള്ള ഫുഡൊക്കെ ഞാൻ തന്നു വിടാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിൻ്റെ അച്ഛൻ ഇഷ്ടപ്പെട്ട ഫുഡും കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവൻ അതുപോലെ ലൂഫിയെ പറ്റി അറിയാം. അവനപ്പോൾ ചോദിക്കുന്നുണ്ട് അവരുടെ കൂടുള്ള പൈറേറ്റ് ആരാണെന്നറിയാം, അത് ഇപ്പോൾ അടുത്ത് ന്യൂ എംപറർ ഓഫ് സീ ആയിട്ടുള്ള ലൂഫിയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട് ഷാങ്സ് അവനോട് പറയുന്നത് സ്ട്രോ ഹാറ്റ് ലൂഫി എന്നുള്ള പേര് മറക്കരുതെന്ന്. അപ്പോൾ അങ്ങനെ അവൻ ഫുഡൊക്കെ ആയിട്ട് നേരെ അവരുടെ പുറകെ വെച്ച് വിടുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവരുടെ ഷിപ്പ് ഹാജറുദ്ദീനൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ റെയിൻബോ ഉണ്ടാക്കാൻ പോവാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്കത് കയറി പോവാം എന്നൊക്കെ അവർ പറയുന്നു. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ട്രീയുടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഒരു റെയിൻബോ നേരെ കടലിലോട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്, അയ്യോ നല്ല കിടിലിനൊരു റെയിൻബോ വന്നല്ലോ, എന്താ ഇനി അപ്പുറത്ത് മഴ വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ അവർ ചോദിക്കുന്നു. ബ്രൂക്കാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തൊരു റെയിൻബോ കാണുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ബോണിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കണ്ണൊക്കെ തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജിംബെ ചോദിക്കുന്നുണ്ട്, ഈ ആംഗിളിൽ നിന്ന് റെയിൻബോ ഇങ്ങനെ കാണാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേപോലെ അല്ലസും പറയുന്നുണ്ട്, എപ്പോഴും റെയിൻബോ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ഫീലാണ് തോന്നുന്നത്, നല്ല രസമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബ്രോഗി വന്ന് ഇവരോട് പറയുന്നുണ്ട്, ഇത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള റെയിൻബോ ആണല്ലേ, ഞാൻ ഈ പെയിൻറ്ററും കൊണ്ട് വരച്ചതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവർ ഞെട്ടുന്നുണ്ട്. സ്ട്രോ ഹാറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ വരച്ച ഒരു റെയിൻബോ ആണോ ഈ കാണുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ കിളി പറന്ന് നിൽക്കുകയാണ് സ്ട്രോ ഹാറ്റ്സ്. അപ്പോൾ ഈ ഡോറിയും ബ്രോഗിയൊക്കെ ഇവരോട് പറയാണ്, നമ്മൾ നേരെ ഇനി മേളിലേക്ക് പോകാൻ ഈ റെയിൻബോയിൽ കൂടെ, അപ്പം നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് പിടിച്ചിരുന്നോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഞെട്ടുന്നുണ്ട്, റെയിൻബോയുടെ മണ്ടേ കൂടെ കയറി മേലിലോട്ട് പോകാനോ, നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത്, ഞങ്ങളൊരു എക്സ്പ്ലനേഷൻ തരാം. അതായത് ഈ മരത്തിലാണ് എൽബാഫ് വില്ലേജ് ഫുള്ള് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഈ മരത്തിൻ്റെ പല ഫ്ലോറുകളിലായിട്ട് ഇങ്ങനെ. അപ്പം നമുക്കത് ഇങ്ങനെ ഓരോ ഫ്ലോറൊക്കെ ക്രോസ് ചെയ്യണമെങ്കിൽ ഈ റെയിൻബോ റോഡ് ഉപയോഗിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു വിരുന്ന് കാണും, ഭയങ്കര പാർട്ടി കാണും എന്നൊക്കെ ഈ ഡോറിയും ബ്രോഗിയും പറയുന്നുണ്ട്. ഉടനെ ഫ്രാങ്കി പറയുകയാണ്, ഇതല്ല എക്സ്പ്ലനേഷൻ, ഞങ്ങൾക്കൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ വേണം. അതായത് ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ റെയിൻബോ എന്ന് പറയുന്നത് മഴത്തുള്ളിയിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് റെയിൻബോ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ കൂടെ എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. എന്ത് മണ്ടത്തരമാണിതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഡോറിയും ബ്രോഗിയും പറയുന്നുണ്ട്, ശരിക്കും ഇപ്പം നിങ്ങളാണ് മണ്ടത്തരം പറയുന്നത്, അതായത് റെയിൻബോ എന്ന് പറയുമ്പോൾ നമുക്കത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ റെയിൻബോ റോഡിൽ കൂടെ ഗ്രേറ്റ് ഐറിക് എന്ന് പറഞ്ഞ ഷിപ്പും പിന്നെ ഹാജറുദ്ദീൻ്റെ ആ ഷിപ്പും കൂടി ഇങ്ങനെ മേളിലേക്ക് കയറി പോകുന്ന നല്ല കിടലിനൊരു വിഷ്വലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇന്ന് റെയിൻബോ സെയിലിങ്ങിന് പറ്റിയ നല്ല കാലാവസ്ഥയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഈ റെയിൻബോ റോഡിലേക്ക് കപ്പൽ കയറി കഴിഞ്ഞാൽ പിന്നെ തിരമാലയുടെ റെസിസ്റ്റൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് പൊക്കോളും എന്നിങ്ങനെ പറയുന്നു. ജിംബെ അപ്പോൾ പറയുന്നുണ്ട്, ലൂഫിയും ബാക്കിയുള്ളവരും ഇത് കണ്ടായിരുന്നെങ്കിൽ അവർ ശരിക്കും എക്സൈറ്റഡ് ആയി പോയേനെന്ന് ഇങ്ങനെ പറയുന്നു. ബ്രൂക്ക് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴേ എക്സൈറ്റഡ് ആണ് എന്ന് ബ്രൂക്കും ഫ്രാങ്കിയൊക്കെ പറയുന്നു. പിന്നെ അതേപോലെ തന്നെ ബോണിയും റോബിനും ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നത് കാണാം. ബോണിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ബോണി പറയുകയാണ്, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻബോയുടെ കൂട്ട് 7 കളറുള്ളൊരു കടലിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു ഫീലുണ്ട്. അതേപോലെ തന്നെ ഇടയ്ക്കൊക്കെ എന്തോ ഇങ്ങനെ തിളങ്ങുന്നത് കാണാം ആ റെയിൻബോയുടെ ഇടയ്ക്ക് ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ബ്യൂട്ടിയാണെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ റോബിൻ പറയുകയാണ്, നമുക്കിപ്പോഴും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബിങ്സസേക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹാജറുദ്ദീനൊക്കെ ഡോറിയോടും ബ്രോഗിയോടും ചോദിക്കുന്നുണ്ട്, ലൂഫി ഷിപ്പിലുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ലൂഫി ഇവരുടെ കൂടെ ഇല്ലല്ലോ, മാറിപ്പോയല്ലോ. അപ്പോൾ അവർ ഡോറിയും ബ്രോഗിയൊക്കെ ഹാജറുദ്ദീനും സ്റ്റാൻസനും ആണോ, നിങ്ങളെ കണ്ടിട്ട് കുറേ നാളായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരിചയം പുതുക്കുന്നുണ്ട്. ഫ്രാങ്കി അവിടെ നിന്ന് അയൺമാൻ പോസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹാജറുദ്ദീൻ ഇങ്ങനെ പറയാണ്, സ്ട്രോ ഹാറ്റിന് വേണ്ടി ഞങ്ങൾ ഒരു വലിയ മ്ലാവിനെ ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ പോയി പിടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം മ്ലാവിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഡോറിക്കും ബ്രോയ്ക്കും ഒക്കെ കൊതിയായി. അവർ പറയാം, ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ കേട്ടപ്പോൾ തന്നെ വിശപ്പായി
എന്നിങ്ങനെ പറയുന്നുണ്ട്. ഉടനെ ഹാജറുദ്ദീൻ പറയുന്നുണ്ട്, അതിൽ നിന്ന് ഞാൻ ഒരു കഷ്ണം പോലും തരൂല്ല, എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കഴിച്ചോണം, ഇത് ഫുള്ള് സ്ട്രോ ഹാറ്റ്സിന് വേണ്ടിയുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും താഴെയുള്ള അണ്ടർവേൾഡും അതേപോലെ തന്നെ ഇപ്പോൾ സ്ട്രോ ഹാറ്റ്സ് ആ റെയിൻബോ റോഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സണ്ടർ ലെമിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഹാങ്ങിങ് ബ്രിഡ്ജ്, അതുവഴി ഗേഡും ഗോൾഡ്ബർഗും ആ മൂങ്ങയും കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഗോൾഡ്ബർഗിൻ്റെ കയ്യിൽ 1000 സണ്ണി ഉണ്ടല്ലോ. അപ്പോൾ ഉടനെ ലൂഫി പറയുന്നുണ്ട്, അയ്യോ ഞങ്ങളുടെ ഷിപ്പ് എന്താ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഉടനെ ലൂഫിയെ കണ്ടപ്പോഴത്തേക്ക് ഗേഡ് ഇങ്ങനെ ലൂഫിയെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് പറയാം, ഭയങ്കര ക്യൂട്ടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ലൂഫിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ മനുഷ്യരെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഞാൻ റോഡിനെ പോലെ അത്ര വിയേഡായിട്ടുള്ള ആളൊന്നും അല്ല, ഞാൻ നിങ്ങളെ കേജിലൊന്നും പൂട്ടിയിടില്ല, എനിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ലൂഫിയോടുത്ത്. എന്നിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആവാമെന്നൊക്കെ ഇങ്ങനെ ഗേഡ് ലൂഫിയോട് പറയാണ്. ഉടനെ ഗോൾഡ്ബർഗ് ഗേഡിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് മതി, അതൊക്കെ പിന്നെ സംസാരിക്കാം, ഇനി സമയമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ റോഡ് സ്ട്രോ ഹാറ്റ്സിനെ ഇവിടെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്ന് പൂട്ടിയിട്ടതിന് ഗേഡ് ലൂഫിയോടൊക്കെ സോറി പറയുന്നുണ്ട്, അവനൊരു വിയേഡോ ആണ്, അങ്ങനെ ഒരുത്തനാണ്, ഒരു വട്ടനാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ലൂഫിയും ചോദിക്കുന്നുണ്ട്, ഏതാ മറ്റേ മാസ്ക് വെച്ച അയാളുടെ കാര്യമാണോ നിങ്ങൾ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോൾഡ്ബർഗ് ഇങ്ങനെ ലൂഫിയോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ അണ്ടർവേൾഡിൽ നിന്നാണല്ലോ ഓടി വന്നത്, അതെങ്ങനെ അവിടെ വീണ് പോയതാണോ എന്നിങ്ങനെ ചോദിക്കുന്നു. ഉടനെ ലൂഫി ഇങ്ങനെ നിന്ന് പരുങ്ങുന്നുണ്ട്. അതായത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കിയെ കണ്ട കാര്യം വേറെ ആരോടും പറയരുത്, നമ്മുടെ മീറ്റിംഗ് നമുക്കിടയിൽ തന്നെ നിൽക്കണമെന്ന് പ്രോമിസ് മേടിച്ചിട്ടുണ്ട് ലൂഫിയുടെ ഇന്ന് നമ്മുടെ ലോക്കി. അപ്പോൾ അതാണ് ലൂഫിക്ക് കള്ളം പറയാൻ, ലൂഫിക്ക് നേരത്തെ പണ്ടേ പ്രശ്നമാണല്ലോ, കള്ളം പറഞ്ഞാൽ എന്തായാലും പിടിക്കും. അപ്പോൾ ലൂഫി ഇങ്ങനെ അവിടെ നിന്ന് വേർക്കുകയാണ്. ഉടനെ അവർ പറയുന്നുണ്ട്, അയ്യോ താഴെ ഭയങ്കര തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു നീ വിറയ്ക്കുകയൊക്കെ ഉണ്ട്, നീ എന്തോ അണ്ടർവേൾഡിൽ എന്തോ കണ്ട് പേടിച്ചെന്ന് തോന്നുന്നു, അതുകൊണ്ടൊന്നും പറയണ്ടെന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാമിയും ടീമും ഒക്കെ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ആ എൽബാഫിൻ്റെ ഷിപ്പ് വരുന്ന ആ സണ്ടർ ലെമിൽ അവിടെ എത്തിയിട്ടുണ്ട്, സെക്കൻഡ് ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പുറകെയാണല്ലോ നമ്മുടെ റോഡ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിങ്ങളെ കിട്ടി, എൻ്റെ പാവങ്ങളെ നിങ്ങൾ വരൂ, എൻ്റെ അടുത്തേക്ക് വാ, നിങ്ങളെ ഞാൻ പിന്നെ ആ കേജിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നാമി ചോപ്പർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഉടനെ പുള്ളി വന്ന് നമ്മുടെ സാഞ്ചിയും സോറോയും കൂടെ സെറ്റ് ചെയ്ത് വെച്ച് ഒരു ട്രാപ്പിലേക്ക് വന്നങ്ങ് വീഴുകയാണ്. ഒരു മരം വന്ന് റോഡിൻ്റെ പുറത്തേക്ക് മറിഞ്ഞങ്ങ് വീണു. ഉടനെ ഉസോപ്പ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഇവൻ്റെ ദേഹത്ത് കൈവെക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങളെന്താ കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സോറോയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളെന്തായാലും ദേഹത്ത് കൈ വെച്ചിട്ടില്ലല്ലോ, ട്രാപ്പ് വെച്ചതല്ലേ, അതിനകത്ത് അവൻ വന്ന് വീണതാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സാഞ്ചി പറയുകയാണ്, വാ എനിക്ക് ജയൻറ്റ് കിങ്ഡം കാണാൻ കൊതിയായി, നമുക്കപ്പോൾ എൽബാഫിലേക്ക് പോവാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഗോൾഡ്ബർഗും ഗേഡും പിന്നെ ലൂഫിയും കൂടെ ഒക്കെ അവരിങ്ങനെ ഓടി വരുന്നുണ്ട്, ഇവരുടെ പുറകെ വരികയായിരുന്നല്ലോ അവരും. അപ്പോൾ അവർ ഓടി വന്നിട്ട് പറയാണ്, സ്ട്രോ ഹാറ്റ് ക്രൂ എല്ലാം ഇവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നു. ഉടനെ ആ സൗണ്ട് കേട്ടിട്ട് ഗേഡിൻ്റെ സൗണ്ട് അല്ലേ, എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണോ ഗേഡെന്നൊക്കെ റോഡ് ഇങ്ങനെ അവിടെ ട്രാപ്പിൻ്റെ ഇടയ്ക്ക് കിടന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഉടനെ ഗേഡും ഗോൾഡ്ബർഗും കൂടെ അവരുടെ ടൂൾസ് എടുത്തിട്ട് അടങ്ങിയിരിക്കടാ വട്ടാന്നിങ്ങനെ പറഞ്ഞിട്ട് നേരെ നമ്മുടെ റോഡിൻ്റെ തല അടിച്ച് പൊളക്കുന്നുണ്ട്. ഡോറയും ബ്രോഗിയും കൂടെ ആ ഹക്കക്കു സോറൈനിറ്റി യൂസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന പോലൊരു പോസൊക്കെ കൊടുത്ത് ഗേഡും ഗോൾഡ്ബർഗും ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല നൈസായിരുന്നു. ഗേഡിനെ കണ്ടപ്പോഴത്തേക്ക് സാഞ്ചി റൊമാൻറ്റിക് വരുന്നടാ എന്നൊക്കെ പറഞ്ഞ് കണ്ണീന്ന് ലവ് ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ചാടി വരുന്നുണ്ട്. അപ്പോൾ സോറോ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ ഇവനെ ആക്രമിച്ചു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, കാര്യം അവൻ്റെ ക്രൂ മെമ്പേഴ്സ് തന്നെ അവനെ അടിച്ച് ഉറക്കിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഉസോപ്പും പറയണ ശരിയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ലൂഫി അവിടെ നിന്ന് ഇവരെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗേഡ് പിന്നെ ഇവിടെ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിനെ പരിചയപ്പെടുകയാണ്, നാമിയെയും ടീമിനെയൊക്കെ, അവരെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അവരോട് പറയാണ്, ഞാൻ ഗേഡ്, ഇത് ഗോൾഡ്ബർഗ്, പിന്നെ അതേപോലെ തന്നെ റോഡ് ഇവരോട് ചെയ്ത കാര്യത്തിനൊക്കെ ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ സമയമെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം, അതേപോലെ തന്നെ ഇപ്പം നിങ്ങളെ ഞാൻ എൽബാഫിലേക്ക് കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ ഗേഡ് പറയുന്നുണ്ട്. അപ്പോൾ ഗേഡാണ് എൽബാഫിലേക്ക് കൊണ്ടുപോകുന്നതെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് സാഞ്ചിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും എക്സൈറ്റഡ് ആരാണെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, ലൂഫി ഉസോപ്പും. ലൂഫി ഉസോപ്പിനോട് പറയുന്നുണ്ട്, ഉസോപ്പേ വാ, ദേണ്ട് ഈ ലെവലിലാണ് വില്ലേജ്, നമ്മളിപ്പോൾ സെക്കൻഡ് ലെവലിലാണ് നിൽക്കുന്നത്, ഇവിടാണ് വില്ലേജ്, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഗേഡ് അവരോട് പറയുകയാണ്, ഈ ഫോറസ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ ക്ലൗഡിൻ്റെ കൂട്ടം, മേഘങ്ങളുടെ ഒരു കൂട്ടം കാണാം, അപ്പോൾ ആ മേഘത്തിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വില്ലേജ് ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും കൂടി ഇങ്ങനെ പോവാണ്. നാമിയും സോറോയും സാഞ്ചിയും കൂടി ഇരിക്കുന്ന നല്ലൊരു സീറ്റാണ്, സാഞ്ചിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട ഒരു സീറ്റിങ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കൂട്ടമായിട്ട് ഇങ്ങനെ ക്ലൗഡ്സ്, ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്, ആ സ്കൈപ്പിയയിലൊക്കെ പോലെ ഇങ്ങനെ ക്ലൗഡിൻ്റെ ഒരു കൂട്ടമാണ്. അപ്പോൾ ലൂഫി അതിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് ഒരു മേഘത്തിലേക്ക്.
ലൂഫി പറയാണ് ക്ലൗഡിൻ്റെ മുകളിൽ നിന്ന് ആ വില്ലേജ് ഫുള്ള് കാണാമെന്നല്ലേ അവർ പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് റെയിൻബോ റോഡിൽ കൂടെ ഷിപ്പും കയറി വരുന്നുണ്ട്. അവരും പറയാണ് ആ ക്ലൗഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ വില്ലേജ് ആയി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് വന്ന് മീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡോറിയും ബ്രോഗിയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എൽബാഫിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 ലെവൽസ് ആണുള്ളത്. ഏറ്റവും താഴെ അണ്ടർവേൾഡ്, പിന്നെ അതിൻ്റെ മുകളിലുള്ളത് സൺറിലം, പിന്നെ അതിൻ്റെ മുകളിലുള്ളത് ഹെവൻ. ഇപ്പോൾ പോകുന്നത് ഇവർ താമസിക്കുന്ന സൺറിലമിലേക്ക്, അതായത് 2ാമത്തെ ലെവൽ. അപ്പോൾ അവിടെ ഒരുപാട് വില്ലേജസ് ഉണ്ടെന്നൊക്കെ ഇവർ പറയുകയാണ്. അപ്പോൾ അതൊരു വലിയ വില്ലേജാണ്, നിങ്ങൾക്കത് ഫുള്ളായിട്ട് പോലും കാണാൻ പറ്റില്ല, അത്രയും ഭയങ്കരമായിട്ട് ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്നതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ അടുത്ത പാനലിൽ ആ വില്ലേജിൻ്റെ വലിയൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. നല്ല കിടിലിനൊരു പാനലാണ്. എല്ലാം ഇപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആണ്. അതായത് ആ റെയിൻബോ റോഡ് ഇങ്ങനെ വരുന്നതും പിന്നെ അതേപോലെ തന്നെ ലൂഫിയ കയറി നിൽക്കുന്ന ക്ലൗഡും എല്ലാം കൂടെ ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. ആ വില്ലേജ് ഫുള്ള് ഇങ്ങനെ ഭയങ്കര വലിയ വാസ്റ്റായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ സൈഡിൽ നമ്മളെ ലൂഫിയും ഉസോപ്പും കൂടെ എൽബാഫിൻ്റെ കാര്യം ആദ്യം മെൻഷൻ ചെയ്ത ആ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവരിങ്ങനെ തോളിൽ കൈ ഇട്ടിട്ട് ഇങ്ങനെ എൽബാഫിലേക്ക് പോകണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ഉസോപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരയാണ് എൽബാഫ് ഇങ്ങനെ കണ്ടിട്ട്. ഉസോപ്പിൻ്റെ ഒരു ഡ്രീം ആയിരുന്നല്ലോ. ലൂഫി ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നു. ഇപ്പം നമ്മളെ ബാക്കി എല്ലാവരുടെയും റിയാക്ഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. റോബിന്, ചോപ്പർ, ഫ്രാങ്കി, സോറോ, ബോണി, ജിംബെ, നാമി, ബ്രൂക്ക്, ലിലിത്ത്, പിന്നെ സാഞ്ചി ആണെങ്കിൽ റിയാക്ഷൻ ഒന്നും ഇടാൻ സമയമില്ല. സാഞ്ചി ആ കിട്ടിയ അവസരം മുതലാക്കി ഗേഡിൻ്റെ മാറിൽ തലചായി ചുറങ്ങുകയാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ. അപ്പോൾ ഫൈനലി നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും പരസ്പരം മീറ്റ് ചെയ്തിരിക്കുകയാണ്. അവരപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോൾ എത്തി, നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു ലൂഫി എന്നൊക്കെ ഇങ്ങനെ ഫ്രാങ്കി അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 ഷിപ്പ് റെയിൻബോയിൽ കൂടെ വരുന്നത് കണ്ടിട്ട് അവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ലൂഫിയും ചോപ്പറും പിന്നെ ഉസോപ്പും കൂടെ അവിടെ കണ്ണും നാക്കും ഒക്കെ തള്ളി ഒരു എക്സ്പ്രഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെങ്ങനെയാണ് റെയിൻബോയിൽ കൂടെ വരുന്നത്, എൽബാഫ് കിടിലമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളെയും കൂടെ റെയിൻബോയിൽ കയറ്റാനൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് പേജ് നോക്കിക്കഴിഞ്ഞാൽ അണ്ടർവേൾഡിലെ ആ ഒരു ഫോറസ്റ്റിൽ കൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നത് ഒരു സിൽവറ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിങ്ങനെ നടന്നു വരുന്നത് കാണിക്കുന്നുണ്ട്. ഇവർ ഈ എൽബാഫിലേക്ക് ലൂഫിയും ടീമും ആ എഗ്ഹെഡിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ ഇവരെ കാത്ത് ഒരാളിങ്ങനെ ഇരിപ്പുണ്ടെന്ന് വെള്ളം അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന ഒരു മനുഷ്യൻ്റെ സിൽവറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അയാൾ തന്നെയാണെന്ന് തോന്നുന്നു. അതായത് ക്രോക്കസിൻ്റെ കൂടെ ഇരുന്ന് വെള്ളം അടിക്കുന്ന ഒരാളുടെ ഫോട്ടോ അന്ന് കവർ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അയാൾ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ കാട്ടിൽ നിന്നൊരു ജയന്റ് കരടി അയാളെ നോക്കി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂയിസ് അർണോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഞ്ചാരിയുടെ അയാളുടെ ലോഗ് ബുക്കിലെ കുറച്ച് ഡീറ്റെയിൽസ്, എൽബാഫിനെ പറ്റി അയാൾ പറഞ്ഞേക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആ എൽബാഫിൻ്റെ ഇമേജ് കാണിച്ചപ്പോൾ തൊട്ടുള്ള ആ ഒരു പാനലിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് എൻഡ് ആ പാനൽ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം ഭയങ്കര വലിപ്പമുള്ള വലിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നമുക്കിടെ ഈ കാഴ്ച, നമ്മൾ കാണുന്ന ഈ കാഴ്ച നമുക്ക് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് എന്നിങ്ങനെ പറയുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് എൽബാഫ് എന്നാണ്. ഇതിനെ കിങ്ഡം ഓഫ് ജയൻസ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെയുള്ള മൃഗങ്ങൾ, പുല്ല്, മരം, ചെടി, പൂക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം വളരെ വലുതാണ്. ഇത് ഭയങ്കര കാണാൻ തന്നെ ഭയങ്കര ആശ്ചര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ചിലവഴിക്കുന്ന സമയം ഒരിക്കലും നഷ്ടമായി പോയി എന്ന് ഒരു യാത്രക്കാരനും തോന്നില്ല എന്നാണ് അയാൾ പറയുന്നത്. പിന്നെ അയാളുടെ നോട്ടിൽ അയാൾ അവസാനമായിട്ട് പറയുന്നത് ഇത്രയൊക്കെ ആണെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. അതായത് ഇവിടെ അധികം നാൾ ഇങ്ങനെ തങ്ങുന്നത് ഒരു നല്ല തീരുമാനം ആയിരിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതായത് ഈ സ്ഥലം അത്ര ബ്യൂട്ടിഫുള്ളാണ് കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിന് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. അതപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അറിയാം. സോ ഗൈസ്, അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ അടുത്ത ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബൈ ബൈ.